ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ RSSന്റെ സൈദ്ധാന്തികനെന്ന് അവകാശപ്പെട്ടിരുന്ന TG മോഹൻദാസ് അഴിക്കുള്ളിലായിരിക്കുകയാണ്. ഒരളിഞ്ഞ ചിരിയോടെ CJP സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും അവരെ കൂട്ടബലാത്സംഗം ചെയ്താൽ പരാതി ഉണ്ടാകില്ലെന്നും അവരെ വെടിവെച്ചു കൊല്ലുമെന്നും ശവം തൂക്കിയെടുത്ത് ആശുപത്രിയിൽ ഇടുമെന്നും ഒക്കെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന ധൈര്യത്തിൽ കമന്റ് ഇടാൻ കുറെ വിവരം കെട്ടവന്മാരുണ്ടെന്ന ധൈര്യത്തിൽ ആഞ്ഞു തള്ളിയ TG കഴിഞ്ഞ 12 മണിക്കൂറിലധികമായി വല്ലാത്ത വ്യസനത്തിലാണ്. യൂട്യൂബ് ചാനലിലൂടെ താൻ പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുവെന്നും ബലാത്സംഗം, വെടിവെപ്പ്, സ്ത്രീകൾക്കെതിരായ അധിക്ഷേപം ഒക്കെ നല്ല കാര്യമാണെന്നും ഒക്കെ വിറഞ്ഞു തുള്ളി പറഞ്ഞ TG മോഹൻദാസ് പോലീസിനെ കണ്ടപ്പോൾ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ പേടിച്ച് വിറച്ച് മെഴുകുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പേടിച്ചരണ്ട് കണ്ണും തള്ളി കൂനിക്കൂടിയിരിക്കുന്ന TGയുടെ അവസ്ഥ അതിദയനീയമാണ് എന്ന്. പച്ചവർഗീയത, സ്ത്രീ വിരുദ്ധത, മനുഷ്യത്വ വിരുദ്ധത, ലൈംഗിക അധിക്ഷേപം തുടങ്ങിയവയൊക്കെ ഒരു മടിയുമില്ലാതെ നടത്തിയ TG മോഹൻദാസ് RSSന്റെ എന്തോ ബുദ്ധിജീവിയാണെന്നും സൈദ്ധാന്തികനാണെന്നും ഒക്കെയാണ് പറയുന്നത്. നിരവധി BJP അനുകൂലികൾ, RSSകാരൊക്കെ TG മോഹൻദാസിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുകയാണ്. ഞങ്ങളുടെ TGയെ തൊടാൻ നിങ്ങൾക്കാവില്ല, TG ഗർജിക്കുന്ന സിംഹമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തള്ളി മറിക്കുകയാണ്. പക്ഷേ പോലീസിന്റെ ഇടയിൽ പെട്ടുപോയ TGയുടെ അവസ്ഥ TGക്കല്ലേ അറിയൂ. ആ മുഖം കണ്ടാൽ അറിയാം, നല്ലപോലെ പേടിച്ചിട്ടുണ്ട്, നല്ലപോലെ മെഴുകിയിട്ടുണ്ട്, പലതും മുണ്ടിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ആ കൂനിക്കൂടിയിട്ടുള്ള ഇരിപ്പ്. നോക്കുക, TG മോഹൻദാസിന്റെ പ്രായത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. 60 കഴിഞ്ഞൊരു വയോവൃദ്ധനാണ്. പലരും വീട്ടിൽ കൂനിക്കൂടിയിരിക്കുകയോ ചൊറിയും കുത്തിയിരിക്കുകയോ ചെയ്യുന്ന പ്രായമാണ്. പക്ഷെ അവിടെ സംഘപരിവാർ ഓഡിയൻസിനെ പറ്റിച്ച് വിവരക്കേടും വെളിവില്ലായ്മയും മണ്ടത്തരവും പൊട്ടത്തരവും വർഗീയതയും വിദ്വേഷവും ആളിക്കത്തിച്ച് എങ്ങനെ 4 പുത്തരുണ്ടാക്കാമെന്ന് ചിന്തിച്ച് ആ വിധത്തിൽ സംഘികളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഈ TG. ഇങ്ങനെയൊക്കെ സൈദ്ധാന്തികൻ എന്ന് വിളിക്കുന്ന, RSS ബുദ്ധിജീവി എന്ന് വിളിക്കുന്നവനെ ചെവിക്കല്ല് നോക്കി ഒന്ന് പൊട്ടിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന പൊതുവികാരം. കാരണം ഈ വക സൈസ് സാധനങ്ങളെയൊക്കെ സൈദ്ധാന്തികൻ, ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞ് ചുമന്നുകൊണ്ട് നടക്കുന്നത് RSSന് തന്നെ നാണക്കേടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യം എല്ലാ കാലത്തും സ്ത്രീകളെ ബഹുമാനിക്കുക, അമ്മയായാലും പെൺകുട്ടികളായാലും സഹോദരിയായാലും എല്ലാവരെയും, സ്ത്രീകളെ മൊത്തത്തിൽ ബഹുമാനിക്കുക, അവർക്ക് ആദരവ് നൽകുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പാരമ്പര്യമെന്നാണ് ഈ സംഘപരിവാറുകാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ RSSന്റെ സൈദ്ധാന്തികൻ എന്ന് പറയപ്പെടുന്ന TG മോഹൻദാസ് സ്ത്രീകളെ, പെൺകുട്ടികളെ, സമരം ചെയ്യുന്ന യുവതികളെ എത്ര നികൃഷ്ടമായ ഭാഷയിലാണ് അധിക്ഷേപിച്ചിട്ടുള്ളത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണെന്നൊക്കെ പറഞ്ഞു ഒരുത്തൻ ഇരുന്ന് ഞരമ്പ് പിണച്ചിട്ട് കിടന്ന് വിറയ്ക്കുകയാണ്. എന്നിട്ടൊരു പുച്ഛച്ചിരിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തെ യുവാക്കൾ, യുവതികൾ, പെൺകുട്ടികൾ, നാളെ ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനമാകേണ്ടവർ, ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട പെൺകുട്ടികൾ, അവർക്ക് ഈ സർക്കാരിന്റെ ഭരണത്തിനോട് ഒരു എതിർപ്പ് വരുന്നു, അല്ലെങ്കിൽ ഒരു നയത്തിനോട്, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനോട് എതിർപ്പുണ്ടാകുന്നു. അവര് ജനാധിപത്യപരമായ മാർഗത്തിൽ സമരം ചെയ്യുന്നു, അവരുടെ ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ ഭാഗമായി പ്രതിഷേധിക്കുന്നു. അതിലെവിടെയാണ് നിയമവിരുദ്ധതയുള്ളത്? ആ ഒരു കാര്യത്തിൽ TG മോഹൻദാസ് പറയുകയാണ് ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലണം, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് അവിടെ കൂടിയിരിക്കുന്നത്, ആ സ്ത്രീകളെ കൂട്ടബലാത്സംഗം നടത്തിയാലും അവർക്കൊരു കുഴപ്പവുമില്ല. എത്ര നികൃഷ്ടമായ വാക്കുകളാണ് ഇയാൾ പറഞ്ഞത്. എന്നിട്ട് കേരള BJP ഘടകം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് നോക്ക്, TG മോഹൻദാസിന്റെ അറസ്റ്റ് വിവേചനപരം, അറസ്റ്റ് മതമൗലികവാദികളുടെ താല്പര്യം സംരക്ഷിക്കാൻ. നോക്കൂ, എത്ര അപമാനകരമാണ് ഈ പോസ്റ്റ്, എത്ര അധിക്ഷേപകരമാണ്. സ്ത്രീകളെ പുല്ലുവില പോലും കൽപ്പിക്കാതെ തള്ളിക്കളയുന്ന വിധത്തിലുള്ള നെറികെട്ട ഒരു പോസ്റ്റായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നോക്കൂ, TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ച, അധിക്ഷേപിച്ച ജാൻമണിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇതിനൊക്കെ കാരണമായിട്ട് BJP പറയുന്നത്. ശരി, ജാൻമണിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അതിന് നിങ്ങൾ നിയമപരമായി പോരാടൂ. ഈ കേസെടുത്തതും ഈ നിയമ നടപടികൾ TG മോഹൻദാസിനെതിരെ ഉണ്ടായതുമൊക്കെ നിരവധി പേർ പരാതി കൊടുത്ത് നിയമ നടപടികളിലേക്ക് കടന്ന് ഏതാണ്ട് 10-11 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ജാൻമണിക്കെതിരെ BJP നേതൃത്വത്തിന് പരാതി കൊടുത്തുകൂടാ? എത്ര സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുണ്ട്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മുഴുവനാണല്ലോ. എല്ലാ സ്റ്റേറ്റുകളിലും നിങ്ങൾ ജാൻമണിക്കെതിരെ പരാതി കൊടുക്കൂ.
അതിന് എന്ത് ഇനിഷ്യേറ്റീവാണ് BJP എടുത്തത്? അത് നിങ്ങൾ വ്യക്തമാക്കണം. ഇപ്പൊ കേരളത്തിൽ മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്താനുള്ള സർക്കാരാണ്, അതുകൊണ്ടാണ് TG അറസ്റ്റ് ചെയ്തതെന്നൊക്കെയുള്ള മഹാമോശം വാദഗതികളാണ്, ബാലിശമായ വാദഗതികളാണ് കേരള BJP ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ എവിടെയാണ് മതം? TG മോഹൻദാസ് ഏതെങ്കിലും മതവിഭാഗത്തെ അധിക്ഷേപിച്ചതിനാണോ, ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരു മതത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടാണോ TGക്കെതിരെ പരാതി കൊടുത്തത്? അല്ല. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപം അത് ചെറിയ കുറ്റമല്ല, അതും വളരെ മോശമായ നികൃഷ്ടമായ ഭാഷയിൽ. ഇപ്പൊ TG കണ്ടിട്ടുള്ള സ്ത്രീകൾ അങ്ങനെയായിരിക്കാം, TG ഇടപെട്ടിട്ടുള്ള സ്ത്രീകൾ അങ്ങനെയായിരിക്കാം, അദ്ദേഹം വളർന്നു വന്ന ചുറ്റുപാടുകൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും അങ്ങനെയാണ്, പ്രതിഷേധിക്കുന്ന പെൺകുട്ടികൾ മുഴുവൻ അങ്ങനെയുള്ളവരാണ്, CJP സമരം നടത്തിയ യുവതികൾ അങ്ങനെയുള്ളവരാണ് എന്ന രീതിയിൽ സ്വന്തം വീട്ടിലെ കണ്ണട എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് നോക്കിയിട്ട് മറ്റുള്ളവരെ അതേ രീതിയിൽ അധിക്ഷേപിക്കുന്നത് എന്ത് കഷ്ടമാണ്. അപ്പൊ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്നേ, അതിനെതിരെ പരാതികൾ ഉയർന്നു വരുമെന്നേ. ഇച്ഛാശക്തിയുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുമെന്നേ. അതിൽ നിങ്ങൾ ഈ മതം കുത്തിക്കയറ്റുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. TG മോഹൻദാസിനെ വൈകിട്ട് 5 മണിയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്യാനായി മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ആ സമയത്ത് TG മോഹൻദാസ് യൂട്യൂബിന്റെ ധൈര്യത്തിൽ ഇങ്ങനെ കുറെ ചാനലുകളിൽ പോയിരുന്ന് തള്ളി മറിക്കുകയാണ്. അതായത് ഇത്രയും നികൃഷ്ടമായ ഭാഷണം നടത്തിയിട്ടും TG മോഹൻദാസിനെ മഹാനായിട്ട് അവതരിപ്പിക്കാൻ ഇവിടെ കുറെ ചാനലുകാർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ പോയിരുന്ന് TG മോഹൻദാസ് ഈ വഷളം ചിരിയോടുകൂടി ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തു എന്ന മട്ടിൽ പിച്ചുമേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ബേസും ഇല്ലാത്ത, ഒരു അടിസ്ഥാനവുമില്ലാത്ത മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് ഈ TG മോഹൻദാസ് വർഗീയതയുടെ മേമ്പൊടിയോടുകൂടി പുറത്തേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടാൽ അറിയാം. അപ്പൊ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് കുറെ ആൾക്കാർ വന്ന് കമന്റ് ഇട്ട് പോസിറ്റീവ് കമന്റ് ഇടുന്നതുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ, തന്നെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന മട്ടിൽ ഇങ്ങനെ വിരാജിച്ചിരിക്കുമ്പോഴാണ് പൊടുന്നനെ പോലീസ് എത്തുന്നത്. പോലീസ് എത്തുന്നതോടുകൂടി TG പരിങ്ങലിലായി. ഉടനെ തന്നെ TGയെ തൂക്കി വണ്ടിയിലിട്ടു, നേരെ കൊണ്ടുപോയി ഏതാണ്ട് 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. 1.5 മണിക്കൂറോളം അവിടെ ഇരുത്തി ചോദ്യം ചെയ്ത് നല്ലപോലെ വിയർത്തു, വിഷമിച്ചു, ഞരമ്പ് കിടന്ന് പിണഞ്ഞു, വിറയ്ക്കാൻ തുടങ്ങി, വല്ലാത്ത ക്ഷീണത്തിലായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആശാനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പോയിട്ട് മെഡിക്കൽ എടുക്കുന്നു, നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന കടുത്ത വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് രാവിലെ വരുന്ന വാർത്ത. TG മോഹൻദാസ് എല്ലാ കാലവും ജയിലിൽ കിടക്കുമെന്നോ റിമാൻഡിൽ പോകുമെന്നോ ജാമ്യം കിട്ടാതിരിക്കുമെന്നോ ഒന്നും പറയുന്നില്ല. അത് ചിലപ്പോൾ ജാമ്യം കിട്ടാം, വേഗത്തിൽ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരാം, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാം. അതൊക്കെ ഇനി വരാനുള്ള കാര്യമാണ്. പക്ഷേ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഈ രാജ്യത്തെ യുവാക്കളെ, പ്രത്യേകിച്ച് യുവതികളെ, അവരൊരു സമരം ചെയ്തതിന്റെ പേരിൽ, കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ എന്തും ചെയ്തു കളയാം, അവരെ അധിക്ഷേപിച്ച് ബലാത്സംഗം ചെയ്യുമെന്ന്, അല്ലെങ്കിൽ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിറയൽ കാണിക്കാം, ഞരമ്പ് രോഗം മൂത്ത് എന്ത് വൃത്തികേട് യൂട്യൂബിൽ ഇരുന്ന് പറയാമെന്ന് വിചാരിക്കുന്നവർക്കുള്ള ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ BJP പ്രവർത്തകര് അല്ലെങ്കിൽ BJPയുടെ അണികളൊക്കെ TG മോഹൻദാസിന് ജയ് വിളിക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ RSS പോലും TG മോഹൻദാസിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. TG മോഹൻദാസ് ഞങ്ങളുടെ ബുദ്ധിജീവിയൊന്നുമല്ല, സൈദ്ധാന്തികനൊന്നുമല്ല, അയാൾ എന്തോ ആണ് എന്നുള്ള മട്ടിൽ അങ്ങ് പുച്ഛിച്ച് തള്ളി വിട്ടതാണ്. കാരണം RSSന് അറിയാം ഇതുപോലുള്ള വലിയ വൃത്തികേടുകളെ ചുമന്നുകൊണ്ട് നടന്നാൽ അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് അവർക്കറിയാം. എന്ന് മാത്രമല്ല, RSS സ്വീകരിച്ചത് മാതൃകാപരമായ നിലപാടാണ്. കാരണം നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം സ്ത്രീകളെ ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി സമരം ചെയ്യുന്ന യുവതികൾ മുഴുവൻ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന്, അതും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കോട്ടെടുത്തിട്ടാണ് ഈ ചങ്ങാതി പണി ചെയ്യുന്നത്. അങ്ങനെയുള്ള പേരുകാരൊക്കെ മറ്റവന്മാരാണ് എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം തള്ളുന്ന TG മോഹൻദാസ് ആണ് ബലാത്സംഗ വിഷയം വന്നപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പിടിച്ച് ആടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക വിരോധാഭാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, TG മോഹൻദാസിനെതിരെ പോലീസ് എടുത്ത നടപടി അത് ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്. അതായത് അർജുൻ ആയങ്കിക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, കാപ്പ കേസ് ചുമത്തി ഗുണ്ടകൾ അകത്തിടാൻ വേണ്ടി ഓപ്പറേഷൻ ഗ്രിപ്പ് സജീവമാക്കുന്നു, ഓപ്പറേഷൻ തൂഫാന്റെ അടുത്ത നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനൊപ്പമാണ് യൂട്യൂബിലിരുന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലിരുന്ന് വർഗീയത പറയുന്ന, വിദ്വേഷം പറയുന്നവർക്കെതിരെ, അത് RSSന്റെയോ അല്ല സംഘപരിവാറിന്റെയോ അല്ല, ഏത് തലതൊട്ടപ്പനായാലും നടപടി എടുക്കും എന്ന നിലയിലേക്ക് ശക്തമായ നിലപാടിൽ ഉറച്ചുകൊണ്ടുള്ള ഈ നീക്കം പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ അർജുൻ ആയങ്കി അറസ്റ്റിലായതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നൊരു വലിയ ചോദ്യമായിരുന്നു, അർജുൻ ആയങ്കി നിങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ, എന്തുകൊണ്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന്. ഒടുവിൽ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതോടെ ആ സൂക്കേടങ്ങ് മാറിക്കിട്ടി.
പലരും തള്ളിമറയ്ക്കും ടി ജി മോഹൻദാസ് ധീരനാണ്, വീരശൂര പരാക്രമിയാണ്, പോരാളിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം, ആ വീഡിയോകൾ ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യാം, കാണേണ്ടവർക്ക് കാണാം, അത് പ്രചരിപ്പിക്കേണ്ടവർക്ക് പ്രചരിപ്പിക്കാം, അത് ഓരോരുത്തരുടെയും അവകാശമാണ്. പക്ഷേ ഇത്രയും കടുത്ത നിലയിൽ സ്ത്രീ വിരുദ്ധത പറയുന്ന, സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലും, ഞാനായിരുന്നുവെങ്കിൽ അവരെ വെടിവെച്ച് കൊന്ന് ശവങ്ങളൊക്കെ പെറുക്കി ദൂരേക്ക് കളയും എന്ന് പറയുന്ന നികൃഷ്ടമായൊരു മനസ്സുണ്ടല്ലോ, മനുഷ്യത്വ വിരുദ്ധത, പച്ചയായ സ്ത്രീ വിരുദ്ധത, പച്ചയായ വൃത്തികേട് വിളിച്ചു പറയുന്ന ഒരാളെ എന്തിനാണ് ബി ജെ പിയും ആർ എസ് എസും ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. പി സി ജോർജിന്റെ ചരിത്രം ടി ജി മോഹൻദാസ് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. പി സി ജോർജും ഇങ്ങനെയായിരുന്നു. കുറേ വൃത്തികേടുകൾ, മുസ്ലിം വിദ്വേഷം, അപരമത വിദ്വേഷം ഒക്കെ ആളിക്കത്തിച്ചു. അപ്പൊ ബി ജെ പിക്കാർ നിന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തു. അവസാനം ഉണ്ടായിരുന്ന സാമ്രാജ്യം മുഴുവൻ തകർന്നടിഞ്ഞ് ഒരു പരിഗണനയും കിട്ടാതെ സ്വന്തം സമുദായത്തിലുള്ളവർ പോലും കാറിത്തുപ്പുന്ന അവസ്ഥയിൽ വീട്ടിൽ മൂലക്കിരിക്കുകയാണ് പി സി ജോർജ്. ഇമാതിരി വർത്താനങ്ങൾ അടിച്ചു വിട്ട് നല്ലൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഷോൺ ജോർജും ഏകദേശം സൈഡായിട്ടുണ്ട്. ഇപ്പൊ ബി ജെ പിക്കാർക്ക് പി സി ജോർജിനെ വേണ്ട, സംഘപരിവാർ മാധ്യമങ്ങൾക്ക് പി സി ജോർജിനെ വേണ്ട, പൊക്കിക്കൊണ്ട് കടന്ന സംഘികൾക്കും പി സി ജോർജിനെ വേണ്ട, ആരാരും എടുക്കാനില്ലാതെ വീട്ടിൽ മൂലയ്ക്ക് കുത്തിയിരിക്കുകയാണ് പി സി ജോർജ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് ടി ജി മോഹൻദാസിനും വരാൻ പോകുന്ന ഗതി. ആർ എസ് എസ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു, നല്ല നിലപാട് സ്വീകരിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. ടി ജി മോഹൻദാസിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? ആർ എസ് എസ് ടി ജി മോഹൻദാസിനെ തള്ളി പറഞ്ഞു. ആ ഒരു വിവേകമാണ് ബി ജെ പി കേരള ഘടകം കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ സംഘടനയിലും സ്ത്രീകളുള്ളതല്ലേ. നാളെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു സമരം നടക്കുമ്പോൾ ഈ ടി ജി മോഹൻദാസ് പറഞ്ഞ അതേ വാചകങ്ങൾ അവരെ നോക്കിയിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടൂ? പിന്നെ അത് മാത്രമല്ല, മതമൗലികവാദികളെ സുഖിപ്പിക്കാന്നൊക്കെ നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ എവിടെയാണ് മതം? ഈ സി ജെ പി സമരത്തിൽ എവിടെയാണ് മതം? അവിടെ പോയി കുത്തിയിരുന്ന് സമരം ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച ആ വിഷയത്തിൽ എവിടെയാണ് മതം? നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഈ മതം കുത്തിക്കയറ്റി ഇമാതിരി ആളുകളെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അത് നിങ്ങളുടെ തകർച്ചയിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ന് മാത്രമല്ല, ടി ജി മോഹൻദാസ് സൈദ്ധാന്തികനോ അല്ലെങ്കിൽ ബുദ്ധിജീവിയോ ഒന്നും ആണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം അത്രയും വൃത്തികേടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പോലീസിനെ കണ്ടപ്പോൾ ആലില പോലെ വിറച്ച് ഞരമ്പും പിണച്ച് മൂലയ്ക്ക് കുത്തിയിരുന്ന ആ മുതലിനെയൊക്കെ നിങ്ങൾ ധീര യോദ്ധാവായും പോരാളിയും അവതരിപ്പിക്കാനാണ് നീക്കുമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വില കളയും എന്ന് മാത്രമേ പറയാനുള്ളൂ. അവിടെ നിങ്ങൾ ആർ എസ് എസ് എടുത്ത നിലപാട് നോക്കുക. ശക്തമായിട്ട് ആർ എസ് എസ് ടി ജി മോഹൻദാസിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നിലപാട്. കാരണം ഇങ്ങനെയൊന്നും പറയുന്ന ആളുകൾ അത് എത്ര വലിയ ആളുകളാണെന്ന് പറഞ്ഞാലും പൊക്കിക്കൊണ്ട് നടക്കേണ്ട ഒരു ബാധ്യതയും കേരളത്തിലെ ഒരു സംഘടനയ്ക്കും ഇല്ല. എന്തായാലും കേരളത്തിലെ പോലീസ് ശക്തമായ നിലപാടുകൾ ഇത്തരക്കാർക്കെതിരെ സ്വീകരിക്കുമെന്നും ഈ പറയുന്ന ടി ജി മോഹൻദാസിനെ പോലുള്ള ആളുകൾ ഇനി ഇമാതിരി വർത്തമാനം പറയുന്നതിന് മുമ്പ് ഒന്ന് ഓർക്കുക, ഇവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. ആ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കണമെന്നുള്ള ശക്തമായ താക്കീതാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ടി ജി മോഹൻദാസ് എല്ലാ കാലത്തും അഴിക്കുള്ളിലാകുമെന്നോ റിമാൻഡിലായി ഒരുപാട് കിടക്കുമെന്നോ ഒന്നും കാണുന്നില്ല. കാരണം ആ കേസുകളുടെ വകുപ്പുകളൊക്കെ അങ്ങനെയാണ്. പക്ഷേ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇവിടെ പോലീസ് ഉണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരും. പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, അവരെ അങ്ങോട്ട് ബലാത്സംഗം ചെയ്ത് അവരൊന്നും പറയില്ല. ആ രീതിയിലുള്ള ഡയലോഗുകളൊക്കെ ഇനി അടിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്.